എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ഞാനത് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളുടെ അവിടെ ഷാരടി ഒരു കുട്ടി, ഷാരസിയായിരുന്നു കേട്ടിട്ടുണ്ടോ? അസലായിട്ട് ആ കുട്ടി, അവിടെയാണ് ആ ഇനങ്ങളൊക്കെ ഉള്ളത്. ഇനങ്ങളൊക്കെ ഉള്ളത് ഡാൻസ് ചെയ്യവർ. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് ഇന്നിപ്പോൾ കർട്ടനൊക്കെ നല്ല നല്ല കർട്ടൻസാണ്. അപ്പം അന്ന് തുറക്കുന്നത് ഒരാൾ, അടയ്ക്കുന്നത് ഒരാൾ അറ്റത്തിരിക്കും, ഈ അറ്റത്തിരിക്കും. അപ്പോൾ ആ അറ്റത്തിരിക്കുന്നത് ഭരതൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനാണ്. ഇവിടെ ഇരിക്കുന്നത് ഞാനാണ് ഇത് മൂടുന്ന ആൾ, കർട്ടൻ ഇടുന്ന ആൾ. അപ്പോൾ ഈ കുട്ടി തരക്കേടില്ല, നല്ല കുട്ടിയാണ്, ഡാൻസ് ചെയ്യാനും അതെ, കാണാനും അതെ. എനിക്ക് ഇഷ്ടമാണ്, വെറുതെ ഇഷ്ടം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതെ. അപ്പോൾ ഈ കുട്ടി ഇവിടെ വന്ന് നിന്നിട്ട് ഈ കുട്ടി ഭരതൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. പിന്നീട് ചെറിയ ചിരി എനിക്ക് കിട്ടുന്നുള്ളൊരു മോഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം നോക്കി, അവൾ തന്നില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു പുഴുക്കിട്ടൊരു പണി കൊടുക്കണം എന്നുള്ളത്. സ്റ്റേജാണ്, ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലാണ്. അങ്ങനെ ഭരതൻ്റെ മുഖത്ത് വീണ്ടും നോക്കിയിട്ട് കാണിച്ചു. ഒരു ശിവതാണ്ഡവോ അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്ന് ശിവതാണ്ഡവം കഴിഞ്ഞിട്ട് ഈ അവസാനം ഈ കാല് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു നിൽപ്പുണ്ട്. അങ്ങനെ ഇവളങ്ങോട്ട് നിന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ കയറുണ്ടല്ലോ, ഇത് അയച്ചു കൊടുത്താലേ ഇത് വരുള്ളൂ. അവനെ ഞാൻ ഈ മുളയമേ അങ്ങോട്ട് കെട്ടി കടുങ്കെട്ടൊക്കെ ഇട്ടൊക്കെ റെഡി ആക്കിയാണ് നിർത്തി വെച്ച്. അത് കഴിഞ്ഞ് ഇവളിങ്ങനെ നിന്നിട്ട് എന്നെങ്ങനെ നോക്കുക കർട്ടൻ ഇടാനായിട്ട്. ഞാൻ അപ്പോൾ വേറെ സ്ഥലത്തേക്ക് നോക്കി. അങ്ങനെ ഈ കുട്ടി കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോഴേക്കും ഈ ആളുകൾ അങ്ങോട്ട് കൂവി തുടങ്ങി. അവൾ കർട്ടൻ ഇടുന്നില്ല. ഈ കുട്ടി ഇങ്ങനെ നിൽക്കാൻ കുറേ നേരം പറ്റില്ല, ഈ നേരം ഡാൻസ് ചെയ്ത കുട്ടിയാണ്. രാമനാഥൻ മാഷ് വന്ന് ചോദിച്ചോ കർട്ടൻ ഇടറോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ ഇവിടെ കിട്ടിയതേ ആ ഡാൻസ് കണ്ട സുഖത്തിൽ ഞാൻ അറിയാണ്ട് കണ്ണും കെട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം ഈ കുട്ടി ഒറ്റക്കാലിൽ മര്യാദയ്ക്ക് നടന്നു പോയാൽ മതി, ഒറ്റക്കാലിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങടെ പോയി. ആ കുട്ടി പോയി, അതിനകത്ത് മാർക്കും പോയി, ഒക്കെ പോയി. കാലങ്ങൾ കഴിഞ്ഞ് ബോംബെ ചെന്നിട്ട് അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളമായിട്ടൊരു സ്ത്രീ വരുന്നു. ഷൺമുഖാനന്ദ ഹാളിലെ മലയാളി അസോസിയേഷൻ്റെ ഒരാളാണ് അയാൾ. അവരുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചത്. അയാളുടെ ഭാര്യയാണ് ഈ വെള്ളമായിട്ട് വന്നത്. അയാൾ ഒന്ന് വെള്ളം കൊണ്ടുവന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്നസെൻ്റ് അറിയോ? ഞാൻ അങ്ങനെ ഒരു നോട്ടം നോക്കി, ശിവതാണ്ഡവത്തിൻ്റെ ആളാ. ഞാൻ ഈ വെള്ളത്തിൽ വല്ല വിഷട്ടുണ്ടാവുക, കാരണം എൻ്റെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മളൊരു കൊച്ചു പുഞ്ചിരിയെ നമ്മൾ ചോദിച്ചു. ആര് ചോദിച്ചു? എൻ്റെ മുഖം കണ്ടാൽ അറിയാലോ, പ്രതീക്ഷിച്ചു, തന്നില്ല. അയാൾ പറയാണ്, ഇന്നസെൻറ്റ്, വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രി ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അന്ന് ഞാൻ ഇന്നസെൻറ്റിനെ പറ്റി മാലതി എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ ഭക്ഷണം എങ്ങനെയാണ് കഴിച്ചത്, ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ഒരാവശ്യമില്ലാത്ത കാര്യം, അതാണ് എൻ്റെ ബുദ്ധി കുറവ്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ കടുങ്കെട്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വേണ്ട വിട്ടേക്ക്, വിട്ടു. മാലതി ഇപ്പോഴും ബോംബെയിൽ, ഭാരതിക്ക് ഇപ്പോഴും ആ കെട്ട് മറക്കാൻ പറ്റില്ല. അവരുടെ ഭർത്താവ് കെട്ടിയ താലിയേക്കാളും വലിയ കെട്ടാണ് ഈ മുളയിൽ നമ്മൾ കെട്ടിയത്. മാലതി അതോടെ ഡാൻസ് നിർത്തിയിട്ടുണ്ടാവും.